എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് ഞാൻ പറയുന്നത്. ഇതിനാവശ്യമുള്ളത് ചിക്കൻ, ഒരു ചിക്കൻ 10 പീസായിട്ട് എടുക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ. മസാലയ്ക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 എണ്ണം, ഉണങ്ങിയ നാരങ്ങ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ്, പിന്നെ കുറച്ച് ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക് വേണമെങ്കിൽ കുറയ്ക്കാം, മല്ലിപ്പൊടി 2.5 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ഉള്ളത്. മന്തി മസാല ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയോ മറ്റെണ്ണകളോ ഒന്നും എടുക്കരുത്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇതൊക്കെ നമുക്ക് ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് നമ്മൾ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് നന്നായി അത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത് മസാല റെഡി ആയിട്ടുണ്ട്. മന്തിയുടെ മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മന്തിയുടെ മസാല ഇനി ചിക്കൻ പീസിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്, ഇത് 2 എണ്ണം, ഒരു പാക്കിൽ 2 എണ്ണമാണ് വരുന്നത്. 2 എണ്ണം നമുക്ക് വേണം. ഇതിങ്ങനെ ഇതിലേക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 8 ഏലക്കായ, 1 സ്പൂൺ കുരുമുളക്, നല്ല ഉണങ്ങിയ കുരുമുളക് ചേർക്കാം. അതോടൊപ്പം തന്നെ ഗ്രാമ്പു ഒരു 10 എണ്ണം ചേർക്കാം. 2 ലീഫ് ചേർക്കാം. കറുവപ്പട്ട 4 ഇഞ്ച് നീളത്തിൽ 2 എണ്ണം ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ഉണങ്ങിയ നാരങ്ങ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും. ഉണങ്ങിയ നാരങ്ങ അതിൽ ചേർക്കാം. ഇനി നമുക്കത് തിളയ്ക്കുന്നവരെ അടച്ചു വെക്കാം. അരി നമ്മൾ എടുത്തത് കുതിർത്തി വെച്ചതാണ്. ഏകദേശം 1 മണിക്കൂർ നേരത്തിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണിത്. ഊറ്റി വെച്ചേക്കുന്നതാണ് 1 മണിക്കൂറിന് ശേഷം. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ, അടുപ്പത്തിരിക്കുന്ന വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരി അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ, ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഏകദേശം 3/4 മണിക്കൂർ വെച്ച ചിക്കനാണിത്. ഏകദേശം 3/4 മണിക്കൂറോളം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ചിക്കൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചിക്കൻ അടുപ്പിലേക്ക് വെച്ചേക്കുന്ന, ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് 1 ക്യാപ്സിക്കം ഉണ്ട്. അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം ചെറിയൊരു തവി ഉപയോഗിച്ച് ഇതൊന്ന് വിരിച്ചിടാവുന്നതാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെച്ച വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അരി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം തിളച്ചു വരുമ്പോൾ, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കത് അടച്ചു വെക്കാവുന്നതാണ്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം 7-8 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വേവിലേക്ക് വരുന്നതാണ്. 7-8 മിനിറ്റ് കൊണ്ട് ഇത് 80% വേവുന്നതാണ്. ബാക്കി ദം ചെയ്യുമ്പോൾ ബാക്കി ഫുള്ളായിട്ട് വേവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബാക്കി 5 മിനിറ്റ് വേവിക്കാവുന്നതാണ്.
ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ മറിച്ചിടാവുന്നതാണ്. ഇത് മറിച്ചിടുമ്പോൾ ക്യാപ്സിക്കവും ഉള്ളിയെല്ലാം താഴേക്ക് പോകേണ്ടതാണ്. അടിവശത്തേക്ക് ക്യാപ്സിക്കവും ഉള്ളിയെല്ലാം പോകേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ തുറന്നു വെച്ചാണ് വേവിക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന അരി 8 മിനിറ്റോളമായി. ഇപ്പോൾ അത് ഒരു 80% വേവിലേക്ക് വന്നിട്ടുണ്ട്. അരി നമുക്ക് നോക്കാം. അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം നമുക്ക് വേവായിട്ടുണ്ട്. 80%-ഓളം വേവ് നമുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഊറ്റാവുന്നതാണ്. വെള്ളം ഊറ്റി എടുക്കാവുന്നതാണ്. നമുക്ക് വെള്ളം ഊറ്റി ഏകദേശം ആ ടൈം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഒരു 3-4 മിനിറ്റോളം വെന്തിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റി വെച്ച റൈസ് ചേർക്കാവുന്നതാണ്. അതിലെപ്പോഴും ചേർക്കുമ്പോൾ ഒരു പകുതി റൈസാണ് ചേർക്കേണ്ടത്. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ പച്ചമുളക് 4 പീസ് വെക്കണം. ഇപ്പോൾ നമ്മൾ പകുതി റൈസ് ചിക്കന് മുകളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് വിരിച്ചതിന് ശേഷം ഇതിൽ നമ്മൾ 4 പച്ചമുളക് വെക്കണം. 4 പച്ചമുളക് വെക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാവുന്നതാണ്. ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് ആഡ് ചെയ്ത് അത് വിരിച്ചിടുക. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാവുന്നതാണ്. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലും പിന്നീടുള്ള 5 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഇനി ഇത് വേവിക്കേണ്ടത്. ഇപ്പോൾ 80% 100% വേവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് മന്തിയിലേക്ക് വേണ്ട ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. സെർവ് ചെയ്യാനുള്ള അറബിക് സാലഡ് സൈഡ് ഡിഷ് നമ്മൾ ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്കോ ഒരു 2 തക്കാളി മുറിച്ചതിടുക. പച്ചമുളക് 1, കുറച്ച് മല്ലിയില, ഓപ്ഷണലായി നിങ്ങൾക്ക് ഒരു കഷ്ണം സവാള ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം, അത് വേണമെങ്കിൽ കുറയ്ക്കാം ഫ്ലേവറിനനുസരിച്ച്. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്കിത് ചോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് വലിയ കഷ്ണങ്ങൾ പോലെ തന്നെയാണ് ഇരിക്കുക. ഒരുപാട് അരയരുത്. മിക്സിയിൽ അടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. കഷ്ണങ്ങൾ പോലെ തന്നെ ഇരിക്കണം. ഒരു 3-4 വെളുത്തുള്ളി ഇടാവുന്നതാണ്. ഇതിപ്പോൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റുള്ള ഒരു അറബിക് സലാഡ് മന്തിയുടെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മുകളിലുള്ള ചോറ് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. റൈസ് എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ചിക്കൻ പീസുകൾ പതിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ സ്വാദിഷ്ടമായ മന്തി വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മന്തി റെഡി ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം.